നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 6 ബുധൻ 2025 വാർത്തകളിലേക്ക്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികളായി സർക്കാർ മുദ്രകുത്തുന്നുവെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയിലെ വിമർശനം രാജ്യമാകെ ചർച്ചയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഗാൽവാൻ സംഘർഷത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടില്ലേ എന്നും പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയെന്നും കോൺഗ്രസ് ചോദിക്കുന്നു. 2020 ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിന് ശേഷം 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന കൈയടക്കിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് ചൈന ഭൂമി കൈയേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നും നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്നും കോടതി വിമർശിച്ചിരുന്നു. സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഇന്ന് റെഡ് അലർട്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകൾ ഓറഞ്ച് അലർട്ടാണ്. പാലം നിർമ്മാണത്തിലെ അഴിമതിയാണ് പാലം തരാൻ കാരണമെന്നും ചെങ്ങന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്ന് വീണതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പും മന്ത്രി PA മുഹമ്മദ് റിയാസും ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈവേയുടെയും പൊതുമരാമത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപക അഴിമതി നടക്കുകയാണെന്നും പാലം തകർന്നു വീണ് 2 പേർ മരിച്ചതിന് ഉത്തരം പറഞ്ഞേ മതിയാകുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വിവരാവകാശ പരിധിയിൽ വരുമെന്ന് കേരള ഹൈക്കോടതി. പൊതുസ്ഥാപനം അല്ലെന്ന സിയാൽ വാദമാണ് ഹൈക്കോടതി തള്ളിയത്. പൊതുസ്ഥാപനം അല്ലെന്ന് റിട്ട് ഹർജി നൽകിയതിന് സിയാൽ മാനേജിംഗ് ഡയറക്ടറെ കോടതി നിശിതമായി വിമർശിക്കുകയും ചെയ്തു. സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ നടൻ കുഞ്ചാക്കോ ബോബന് ക്ഷണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് നടനെ ക്ഷണിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി നടനെ സ്കൂളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ജയിലുകളല്ല, സ്കൂളുകളാണ് നല്ല ഭക്ഷണം നൽകേണ്ടത് എന്ന കുഞ്ചാക്കോ ബോബൻ ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് V ശിവൻകുട്ടി സ്കൂളിലേക്ക് നടനെ ക്ഷണിച്ചത്. ഒരാളുടെ കാലുവെട്ടിയ കേസിൽ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അപ്പീൽ തള്ളിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ KK ശൈലജയുടെ സാന്നിധ്യത്തിൽ CPM യാത്രയപ്പ് നൽകിയത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അധ്യാപക കൂടിയായ KK ശൈലജ പഠിപ്പിച്ച കുട്ടികളെ ഓർത്താണ് സങ്കടം വരുന്നതെന്നും ഇതിലൂടെ CPM എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും സതീശൻ ചോദിച്ചു. കുടിവെള്ളത്തിൽ അമിത അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചു. സംഭവത്തെ തുടർന്ന് 25ഓളം ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. പതിവ് പരിശോധനയിലാണ് കൂടിയ അളവിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ടാങ്ക് വൃത്തിയാക്കി വെള്ളം വീണ്ടും പരിശോധിച്ച ശേഷം ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുകയും അത് പിൻവലിക്കാതെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ധാർഷ്ട്യം കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് അഖിലേന്ത്യാ ദളിത് അവകാശ മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് N രാജനും സെക്രട്ടറി മനോജ് B ഇടമനയും പറഞ്ഞു. PDP പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതായി പരാതി. താമരക്കുളത്തെ കത്തിക്കുത്ത് കേസിലെ പ്രതികളെ പൂജപ്പുര ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ ആംബുലൻസ് ഉപയോഗിച്ചെന്നാണ് പരാതി. ജാമ്യോത്തരവ് കൃത്യസമയത്ത് ജയിലിൽ എത്തിക്കാൻ ഉപയോഗിച്ചതും ആംബുലൻസ് എന്ന പരാതിയിൽ ആരോപണം വരുന്നുണ്ട്. അങ്കണവാടിയിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള പുതുക്കിയ മാതൃകാ ഭക്ഷണ മെനു പ്രകാരമുള്ള ത്രിദിന സംസ്ഥാന പരിശീലന പരിപാടി തിരുവനന്തപുരം കോവളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നടന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ IHMCT ഷെഫുമാർ ഉൾപ്പെടെ ടീമും ആരോഗ്യ വിദഗ്ധരും ചേർന്നാണ് പരിശീലനം നൽകിയത്. മന്ത്രി വീണ ജോർജ് ശില്പശാലയിൽ പങ്കെടുത്തു. ട്രെയിൻ ഗതാഗതത്തിന് ഇന്ന് നിയന്ത്രണം. ആലുവ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലാ പ്രവീണത്ത് വാഹനാപകടത്തിൽ 2 യുവതികൾക്ക് ദാരുണാന്ത്യം. അമിതവേഗത്തിലെത്തിയ കാർ 2 സ്കൂട്ടറുകൾ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീകളാണ് മരിച്ചത്. ഇരു സ്കൂട്ടറുകളെയും ഇടിച്ചു തെറിപ്പിക്കാൻ കാർ മതിലിടിച്ചാണ് നിന്നത്. ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിക്കെതിരെ പാലാ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും ആകർഷമായ കിറ്റുകളും വിപണിയിൽ. തൃശൂർ ജില്ലയിലെ ഗിഫ്റ്റ് കാർഡുകൾ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. സപ്ലൈകോ ഉപഭോക്താവായ അയ്യന്തോൾ സ്വദേശിക്ക് ആദ്യ ഗിഫ്റ്റ് കാർഡ് കളക്ടർ കൈമാറി. ഹോസ്ദുർഗ് മുൻ MLA M നാരായണൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. വയ്യനാട് പയ്യമ്പള്ളി വില്ലേജ് ഓഫീസറാണ് പിടിയിലായത്. തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് നൽകാൻ 50,000 രൂപ വില്ലേജ് ഓഫീസർ KT ജോസഫിനോട് ആവശ്യപ്പെടുകയായിരുന്നു. പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ പിടികൂടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി ആഗസ്റ്റ് 25 നീട്ടണമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് KPC പ്രസിഡന്റ് കത്ത് നൽകി. തിരുവനന്തപുരം മുൻ DCC അധ്യക്ഷൻ പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ KPC പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിച്ച KPC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സതുദ്ദേശത്തോടെ നടത്തിയ സംഭാഷണമെന്നാണ് റിപ്പോർട്ടിലുള്ളതെന്ന് സൂചനയുണ്ട്. പാലോട് രവിയും നേതാക്കളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഇതുവരെ 2 സ്പോട്ടുകളിൽ നിന്നായി ആകെ കിട്ടിയത് 100ഓളം അസ്ഥിഭാഗങ്ങളാണ്. ഇന്നലെ മൃതദേഹം
മൃതദേഹാവശിഷ്ടം ലഭിച്ച പുതിയ സ്പോട്ടിനെ 11A എന്ന് വിളിക്കാനും ഈ വനമേഖലയിൽ കൂടുതൽ പരിശോധന നടത്താനും ധർമ്മസ്ഥലയിൽ നിന്ന് പരിശോധനയ്ക്കിടെ കിട്ടുന്ന ഏത് മൃതദേഹാവശിഷ്ടവും SIT ഏറ്റെടുത്ത് അന്വേഷിക്കാനും തീരുമാനമായി SIT വൃത്തങ്ങൾ അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഉത്തരാഖണ്ഡ് പിന്നാലെ ഗുജറാത്തും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവും ഏകീകൃത സിവിൽ കോഡ് കമ്മിറ്റി നടന്ന ചർച്ചയിൽ കരട് രേഖ ചർച്ചയായെന്നും ഇനി സംസ്ഥാന സർക്കാർ രേഖയിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഏതെങ്കിലും മാറ്റം ആവശ്യമുണ്ടെങ്കിൽ മന്ത്രിസഭ ഇത് നിർദ്ദേശിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുംബൈ ഹൈക്കോടതി ജഡ്ജിയായി BJP നേതാവിനെ നിയമിച്ചതിൽ വ്യാപക പ്രതിഷേധം. മഹാരാഷ്ട്ര BJP മുൻ വക്താവ് ആരതി അരുൺ സോത്തയ്ക്കാണ് ജഡ്ജിയായി നിയമനം ലഭിച്ചത്. ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകരിൽ ഒരാളാണ് ആരതി. കഴിഞ്ഞ 20 ചേർന്ന സുപ്രീം കോടതി കൊളീജിയം യോഗത്തിൽ മുംബൈ ഹൈക്കോടതിയിലെ 3 അഭിഭാഷകരെ ജഡ്ജിയുമായി നിയമിച്ചതിൽ ഒരാളാണ് ആരതി. BJP നേതാവിനെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്ന കേട്ടുകേൾവില്ല നിയമനമെന്ന് SNP ശരത് പവാർ വിഭാഗവും നിയമനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുനഃപരിശോധിക്കണമെന്നും കോൺഗ്രസും പ്രതികരിച്ചു. ഓഗസ്റ്റ് 26 മുതൽ 28 വരെ ദില്ലിയിൽ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന RSന്റെ 100ാം വാർഷികാഘോഷത്തിൽ ലോകമായുള്ള ബുദ്ധിജീവികൾ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സംരംഭകർ, സാമുദായിക നേതാക്കളെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുമെന്ന് റിപ്പോർട്ടുകൾ. മുംബൈയുടെ പ്രശസ്തമായ കാഴ്ചകളൊന്നായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പ്രാവുകൾക്ക് തീറ്റ നൽകുന്നതിന് ചുവടെ ഉയരുന്നത് കനത്ത പ്രതിഷേധം. ഹൈക്കോടതിയുടെ ഉത്തരവ് തുടർന്ന് കബൂതർഖാനകൾ അഥവാ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന സ്ഥലങ്ങളിൽ ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മൂടാൻ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചതാണ് സംഭവം വിവാദമായത്. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 4 പേർ മരിച്ചതായി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. 20 പേരെ രക്ഷപ്പെടുത്തി. ഉത്തരാകാശിയിലുണ്ടായ മേഘവിസ്ഫോരണത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത്. നിരവധി നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തകർ പ്രളയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോരണം ഉണ്ടായ വിവരങ്ങൾ. ധാരാലിക്ക് അടുത്ത് സുഖി എന്ന സ്ഥലത്താണ് മേഘവിസ്ഫോരണം ഉണ്ടായത്. മലമുകളിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞിറങ്ങി. ഇവിടെ ജനവാസ മേഖലയില്ലാത്തതിനാൽ തന്നെ ആളവമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോരണത്തിൽ 11 സൈനികരെ കാണാതായെന്ന് കരസേന. 2 പേരെ രക്ഷിച്ചായി 9 പേർക്കായി തിരച്ചിൽ തുടരുന്നതായും കരസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോരണത്തിൽ അകപ്പെട്ട 130 പേരെയും രക്ഷപ്പെടുത്തിയതായും കരസേന അറിയിച്ചു. കരസേന, ITBP, NDRF, SNDRF എന്നിവർ ചേർന്നാണ് ഇവരെ രക്ഷിച്ചത്. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ സ്ഥിതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പുഷ്കർ ധാമിയുമായി സംസാരിച്ച രക്ഷാപ്രവർത്തകർ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ചു US പ്രസിഡന്റ് ട്രംപ്. അടുത്ത 24 മണിക്കൂറിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് ഇന്ത്യക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് US പ്രസിഡന്റ് തുറന്നടിച്ചു. അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുവെന്ന്, എന്നാൽ ഞങ്ങൾ അവർക്കൊപ്പമില്ലെന്ന് ട്രംപ് ചൊവ്വാഴ്ച CNBCയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള തീരുവ യുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ. പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് റഷ്യ പറഞ്ഞു. ഇന്ത്യക്ക് മേൽ അമേരിക്ക നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും റഷ്യ ആരോപിച്ചു. അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് ഗൗതം അദാനി പടിയിറങ്ങി. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സമർപ്പിച്ച രേഖകളിലാണ് കമ്പനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.